ഹായ് ഹലോ നമസ്കാരം. അങ്ങനെ നമ്മൾ ഡേ 4 ഡയറ്റ് സീരീസിലേക്ക് കടന്നിരിക്കുകയാണ്. എൻ്റെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടും സ്ട്രോങ് ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ആസ് യൂഷ്വൽ 1400 കാലറി അടങ്ങിയിട്ടുള്ള ഹൈ പ്രോട്ടീൻ ഡയറ്റ് പ്ലാൻ ആണ് ട്രൈ ചെയ്യുന്നത്. വെജുകാർക്കും നോൺ വെജുകാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഈസി മീൽ പ്രപ്പ് കൂടിയാണ്. ഒട്ടും സമയം കളയുന്നില്ല. ഞാൻ ബിനി. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ മോർണിംഗ് ഡ്രിങ്കായി ചിയ വാട്ടർ കുടിച്ച ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് വേറെ ഹെൽത്തി മോർണിംഗ് ഡ്രിങ്കൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് 375 കാലറി അടങ്ങിയിട്ടുള്ള വെജ് പാസ്ത ബുൾസൈ ആണ്. ഇത് തയ്യാറാക്കാനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഒനിയൻ, ക്യാരറ്റ്, കുറച്ച് കോണ്, ബ്രോക്കലി, കോളിഫ്ലവർ, ബീൻസൊക്കെയാണ്. ഇവിടെ നമ്മൾ അധികം മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എരിവിന് ആവശ്യമായ കുറച്ച് പെപ്പർ പൗഡറും ആവശ്യത്തിനൊപ്പം കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വീറ്റ് പാസ്ത നന്നായി ബോയിൽ ചെയ്ത് അതിൻ്റെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാസ്തയും വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ബുൾസൈ തയ്യാറാക്കാം. അതിനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് 2 എഗ്ഗാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനൊപ്പം കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തയ്യാറാക്കിയ ബുൾസൈയെ നമ്മുടെ പാസ്തയിലേക്ക് ഇതേപോലൊന്ന് വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ പാസ്ത ബുൾസൈയുടെ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് പ്രോട്ടീനും ന്യൂട്രീഷ്യസും വെജിറ്റബിൾസും നിറഞ്ഞ ബാലൻസ്ഡ് ഈസി ബ്രേക്ക്ഫാസ്റ്റ് കൂടിയായിരുന്നു. എനർജി കിട്ടാനും ഫുള്ളായിട്ടിരിക്കാനും ഇത് പെർഫെക്റ്റ് ഓപ്ഷൻ കൂടിയാണ്. ഇനി ലഞ്ചിലേക്ക് വരുമ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് പോർഷനിൽ മട്ട റൈസ് 110 കാലറി, ഒരു ഫിഷും കുറച്ച് കറിയും 90 to 120 കാലറി, ചെറുപയർ പരിപ്പ് കറി 90 കാലറി, വൻപയർ തോരൻ 90 കാലറി, കുറച്ച് ക്യുക്കമ്പർ സ്ലൈസസ് 15 കാലറിയുമാണ്. ഇന്നത്തെ നമ്മുടെ ലഞ്ച് ലൈറ്റായിട്ടുള്ളതും ഫൈബറും പ്രോട്ടീനും ഒപ്പം ന്യൂട്രീഷ്യസും അടങ്ങിയ ബാലൻസ്ഡ് മീൽ കൂടിയായിരുന്നു. ഫുള്ളായിട്ടിരിക്കാനും ഡൈജഷൻ സ്മൂത്ത് ആക്കാനും ഇങ്ങനെ കഴിക്കുന്നത് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. ഇനി ചോറിന് ഓപ്ഷനിലായിട്ട് നിങ്ങൾക്ക് ചപ്പാത്തി, കീൻവ, മില്ലറ്റ്സ്, ഓട്സ്, റൈസ്, സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ലഞ്ചിൽ ഏതാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഈവനിങ് സ്നാക്കായിട്ട് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഹാഫ് ഓറഞ്ച് 30 കാലറി അടങ്ങിയിട്ടുള്ളത്, മിക്സഡ് നട്ട്സ് ഹാഫ് ഹാൻഡ്ഫുൾ 90 കാലറി, കൂടെ ഗ്രീൻ ടീയുമാണ്. ഗ്രീൻ ടീക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ബ്ലാക്ക് ടീ വിത്തൗട്ട് ഷുഗർ കുടിക്കാം, അല്ലെങ്കിൽ ലെമൺ വാട്ടർ, ജീര വാട്ടർ, ഹെർബൽ ടീയും കുടിക്കാവുന്നതാണ്. ഇനി ഡിന്നറിലേക്ക് വരുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ ഓട്സ് ചന മസാലയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കുറച്ച് ക്യുമിൻ സീഡ്സും ഒനിയനൂടെ ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. കൂടെ തന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജീസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കുറച്ച് പോർഷനിൽ മാത്രം മതി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസുമാണ്. ഇനി മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പോടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളക്കടല 90% വേവിച്ചെടുത്തതോടെ ചേർത്ത് കൊടുക്കാം.
കൂടെ തന്നെ അരക്കപ്പ് ഇൻസ്റ്റൻറ്റ് റോസ്റ്റഡ് ഓട്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ നിങ്ങളുടെ കയ്യിൽ റോൾഡ് ഓട്സോ സ്റ്റീൽ കട്ട് ഓട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വരാതിരിക്കാൻ ഒന്നുകിൽ ഓട്സ് റോസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ സോക്ക് ചെയ്തോ കഴിക്കാവുന്നതാണ്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ കടലയും വെജിറ്റബിൾസും ഓട്സും നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഫ്ലേവറിന് വേണ്ടി കുറച്ച് ലെമൺ ജ്യൂസും മല്ലിയില അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ഓട്സ് ചന മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഡിന്നർ എന്നത്തെയും പോലെ ഫൈബറും പ്രോട്ടീനും അടങ്ങിയ ലൈറ്റ് ആൻഡ് ബാലൻസ്ഡ് മീൽ കൂടിയായിരുന്നു. ഇതിന് ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് സൂപ്സ്, സാലഡ്സ്, ഗ്രിൽഡ് ചിക്കന്, വെജ് ഓംലെറ്റ് ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതുമാണ്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്തത് 1400 കാലറി ഇൻക്ലൂഡ് ചെയ്ത സിമ്പിൾ ഈസി ന്യൂട്രീഷ്യസ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് പ്ലാൻ ആയിരുന്നു. വെജിറ്റേറിയൻസിനും നോൺ വെജുകാർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മീൽ പ്രെപ്പ് കൂടിയാണ്. ഡയറ്റിൻ്റെ കൂടെ ധാരാളം വെള്ളം കുടിക്കുക, സിമ്പിൾ എക്സസൈസ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഉറങ്ങുക. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയാൽ ഹെൽത്തി ആയിട്ടിരിക്കാനും വെയിറ്റ് ലോസ് ഈസി ആക്കാനും പറ്റുന്നതുമാണ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.